നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് കലക്ക് ചേച്ചി. ചേച്ചി എന്നോട് ദേഷ്യത്തിലാണോ? തുടക്കത്തിലെ എനിക്ക് ജോലി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് ഞാനിത് ചെയ്യാൻ ഇറങ്ങി തിരിച്ചതേ നിനക്ക് വേണ്ടിയാ. നിന്റെ പഠിപ്പ് ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്. എന്നിട്ടിപ്പോ നീ എന്താ ചെയ്യുന്നേ? നിന്റെ പഠിപ്പിനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടിയുള്ള കാശ് ഞാൻ മഹേഷിന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തല്ലേ? ആ കാശ് അവൻ എനിക്ക് തരുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാ ഞാൻ സെന്ററിലെ ഫീസ് അടച്ചത്. നിനക്കിതൊക്കെ എന്നോട് പറഞ്ഞൂടെ? ചേച്ചിക്ക് സ്വന്തമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ എന്റെ കാര്യവും പറയുന്നത് ശരിയല്ലാന്ന് തോന്നി. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റുമെന്ന് നിനക്കറിയില്ലേ? അറിയാം, പക്ഷെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതാ ഇഷ്ടം. പ്രായപൂർത്തിയൊക്കെ ആയില്ലേ. ജോലിക്ക് പോകുന്നതുകൊണ്ട് എന്റെ പഠിപ്പ് ഒരു തരത്തിലും ബാധിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്നാലും മോളെ, ഇതെന്റെ തീരുമാനമാ ചേച്ചി. അതിന് ചേച്ചി ബഹുമാനിക്കണം. ശരി. അയ്യോ, നേരെ ഒരുപാട് വൈകിയല്ലോ. ഞാനിന്ന് വീട്ടിലെത്താൻ രാത്രിയാവും ഉറപ്പ്. വൈകിയെത്തിയ ചേച്ചി ഗിരീട്ടൻ തല്ലോ? കഴിഞ്ഞ തവണ ദേഷ്യം വന്നപ്പോ ശരിക്കും ഒരെണ്ണം കിട്ടേണ്ടതായിരുന്നു. കൃത്യസമയത്ത് ഞാൻ ബോധം കെട്ട് വീണതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ പേടിയുടെ അസുഖം കൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ആ, നീ വണ്ടിയിലല്ലേ വന്നേ? എന്നെ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് വിടാവോ? അതിനെന്താ? ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്. അമ്മ എന്താ ഇത്ര ആലോചിക്കുന്നേ? ആ നശിച്ചവള് ഗിരിയുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ശാലിനി ഈ വീടിന്റെ മരുമോളായനെ. അവളെ എന്തൊരു നല്ല കുട്ടിയാ. ഇത്രയും കാശുള്ളതിന്റെ എന്തെങ്കിലും അഹങ്കാരം ഉണ്ടോ? മാത്രമല്ല, ഗിരിയേട്ടനോട് ഇപ്പോഴും എന്തൊരു സ്നേഹോ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞില്ലേ? അമ്മ ശാലിനി പറഞ്ഞത് കേട്ടില്ലേ? മഞ്ജുവിനെ ഒഴിവാക്കിയ അവൾ ഇപ്പോഴും ഏട്ടനെ സ്വീകരിക്കാൻ തയ്യാറാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അവരൊക്കെ വലിയ ആളുകളാ. നാട്ടുകാരെ എന്തു പറയുന്നു ചിന്തിക്കേണ്ട കാര്യമൊന്നും അവർക്കുണ്ടാവില്ല. നമ്മൾ അങ്ങനെയാണോ? അവളെ ഡിവോഴ്സ് ചെയ്താ അത് നിന്നെയും കൂടി ബാധിക്കും. നിനക്കൊരാലോചന വരുമ്പോ ആങ്ങളെ വിവാഹമോചനം ചെയ്തതാണെന്ന് പറഞ്ഞാ അതൊരു കുറവ് തന്നെയാവും. അങ്ങനെ ചേട്ടൻ ഡിവോഴ്സ് ചെയ്തെന്ന് കരുതി എന്നെ കെട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ചെറുക്കന്റെ കൂടെ പോവാനേ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ പഴയ ചിന്താഗതി അമ്മേ. ഗോപിക മാഡം പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് അങ്ങനെയൊക്കെ പറയാം. ഇത്രയും കാലം അമേരിക്കയിൽ ജീവിച്ചിട്ട് അവള് വരുന്നത്. അവിടുത്തെ സംസ്കാരമല്ല ഇവിടെയെന്ന് അവൾക്ക് മനസ്സിലായി കാണില്ല. എന്തൊക്കെ പറഞ്ഞാലും വിവാഹമോചനം നടന്നവരെ ഈ സമൂഹം കാണുന്നത് തോറ്റുപോയവരായിട്ടാ. എന്റെ മോനെ അങ്ങനെ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. നാട്ടുകാരുടെ മുന്നില് അവൻ തല കുനിച്ച് നടക്കരുത്. അമ്മയുടെ വിചാരം ഇപ്പൊ ഗിരിയേട്ടൻ തലയുയർത്തിയാണ് നടക്കുന്നതെന്നാണോ? ഒരു പോലീസുകാരിയെ കല്യാണം കഴിക്കേണ്ടി വന്നതിന്റെ അപമാനം ഗിരിയേട്ടന് നന്നായിട്ടുണ്ട്. പുറംതിരിഞ്ഞാലേ ആളുകൾ ഏട്ടനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഈ നാണക്കേട് മുഴുവൻ ഏട്ടൻ സഹിക്കണോ? എന്തായാലും ഏട്ടനും മഞ്ജുവും തമ്മിൽ ചേർന്ന് പോവില്ല. എന്നെങ്കിലും ഒരിക്കൽ അവര് തമ്മിൽ അടിച്ചു പിരിയും. ഇപ്പൊ ആണെങ്കി അധികം വൈകിട്ടില്ല. കുറെ കഴിഞ്ഞിട്ടാണ് ഈ ബുദ്ധി ഉദിക്കുന്നെങ്കിൽ നഷ്ട ഏട്ടന് മാത്രമാവും. ശാലിനി ജീവിതകാലം മുഴുവൻ ഏട്ടന് വേണ്ടി കാത്തിരിക്കാനൊന്നും പോകുന്നില്ല. അവളുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഗിരിയേട്ടനെ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷിക്കുന്നതാ ബുദ്ധി. നീ പറയുന്നതനുസരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഗിരി സമ്മതിക്കണ്ടേ? അവൻ മഞ്ജുവിനോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും വിവാഹമോചനത്തെപ്പറ്റി പറയാൻ അവൻ മനസ്സ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗിരിയേട്ടന്റെ കാര്യങ്ങൾ പറഞ്ഞു തെരിപ്പിക്കാൻ അമ്മയ്ക്ക് എളുപ്പത്തിൽ പറ്റും. അല്ലെങ്കിലും ഗിരിയേട്ടൻ മടുത്തിരിക്കുവാ.
മഞ്ജുവിന് ഏട്ടന്റെ മനസ്സ് മാറ്റാൻ സമയം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കാര്യങ്ങൾ നീക്കണം. എന്ന് പറഞ്ഞാ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ? കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവര് തമ്മിൽ ഡിവോഴ്സ് നടക്കാൻ മാത്രം വേറെ വിഷയമൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ഡിവോഴ്സുകൾ നടക്കുന്നത് ചെറിയ വിഷയങ്ങൾ കാരണമാണ്. പിന്നെ നമ്മൾ മനസ്സ് വെച്ച ഗിരിയേട്ടനും മഞ്ജുവും തമ്മിലുള്ള ചെറിയ വിഷയങ്ങൾ വലിയ വിഷയങ്ങളായിട്ട് മാറ്റാൻ കഴിയും. എന്നാലും ഞാൻ അവനോട് ഡിവോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെട്ട അവനത് ചെയ്യില്ല. അതെനിക്കും അറിയാം. പക്ഷേ ഇപ്പൊ ഗിരിയേട്ടന്റെ മനസ്സിൽ അമ്മയ്ക്കുള്ള സ്ഥാനം മറ്റാർക്കുമില്ല. അമ്മയുടെ വാക്ക് ഗിരിയേട്ടൻ ബഹുമാനിക്കും. അമ്മ നേരിട്ട് മഞ്ജുവിനെ ഡിവോഴ്സ് ചെയ്യാൻ ആവശ്യപ്പെടരുത്. മഞ്ജു കാരണം അമ്മയ്ക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നു അറിയിച്ചാൽ മാത്രം മതി. മഞ്ജുവിനെ ഏട്ടിന് മുന്നിൽ കുറ്റക്കാരിയാക്കണം. അങ്ങനെ ഏട്ടിന് തന്നെ അവളെ മടുത്ത് വിവാഹമോചനം ആവശ്യപ്പെടണം. അത് വർക്കൗട്ട് ആവും. ഏട്ടൻ വരുന്നുണ്ടമ്മേ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പിന്നെ മിതമായിട്ട് അഭിനയിച്ചാ മതി. നീ എന്നെ അഭിനയിക്കാനൊന്നും പഠിപ്പിക്കണ്ട. ആ വെള്ളം ഇങ്ങെടുക്ക്. അമ്മേ, എന്താ പറ്റിയേ? ഒന്നുമില്ല മോനെ, എനിക്കൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലാതാണോ ഇങ്ങനെ ഇരിക്കുന്നത്? പറയടി, അമ്മയ്ക്ക് എന്താ പറ്റിയത്? മഞ്ജു ഇത്ര നേരമായിട്ടും വന്നില്ല ഏട്ടാ. അവള് പോകുന്നത് ടീച്ചറായിട്ടോ നഴ്സായിട്ടോ അല്ലല്ലോ, പോലീസ് പണിക്കല്ലേ. എന്തൊക്കെ റിസ്ക് ഉണ്ടെന്ന് അറിയാലോ. ഇങ്ങനെ വരാൻ വൈകുമ്പോ വീട്ടിലുള്ളവർക്കല്ലേ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. അമ്മ അവളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ തുടങ്ങിയതാ. പ്രഷർ കയറി തല കറങ്ങി വീണു. ഞാനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്മ വീട്ടിൽ ഒറ്റയ്ക്കുള്ളപ്പോഴാ ഇത് നടന്നതെങ്കിലോ? ഇന്ന് വരാൻ വൈകുമെങ്കിൽ അതവൾക്ക് നേരത്തെ പറഞ്ഞൂടെ? ഏയ്, അവനോടൊന്നും പറയാൻ പോണ്ട. അമ്മ ഒന്നും മിണ്ടാതിരിക്കെ. നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ അവളെ അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്ന ആളല്ലേ. ഒരു കുടുംബത്തിന്റെ ഭാഗമാവണമെങ്കിൽ കുറഞ്ഞത് എവിടെയാ എന്ത് ചെയ്യാന്നൊക്കെ ആ വീട്ടിലെ കാരണവരെ വിളിച്ചറിയിക്കണം. ഇവൾക്ക് അങ്ങനെ വല്ല ബോധമുണ്ടോ? ആഹാ, എത്തിയോ? സമയത്രയെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ?